കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ 4 വയസ്സുകാരനെ കിണറ്റിലിറങ്ങി രക്ഷിച്ച 63 വയസ്സുകാരി. തൃശൂർ വടക്കേക്കാടാണ് 30 അടിയിലധികം ആഴമുള്ള കിണറ്റിൽ വീണ ഹൈസിനെ സുഹറ രക്ഷിച്ചത്. തൃശൂർ വടക്കേക്കാട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. അതായത് നെല്ലിക്ക പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾ കിണറിനടുത്തുള്ള ഈ ഒരു മോട്ടോർ ഷെഡിന് മുകളിലേക്ക് കയറുകയായിരുന്നു. ആ സമയത്ത് 4 വയസ്സുകാരനായ ഹൈസിൻ അറിയാതെ കിണറ്റിലേക്ക് വീണു. ആ സമയത്താണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവർ ഉമ്മയോട് പറയുകയാണ്, ഓടിച്ചെന്ന് പറയുകയാണ് ഉണ്ടായത് ഹൈസിൻ കിണറ്റിൽ വീണു എന്നുള്ളത്. ഉമ്മ ഓടിയെത്തി, ഒന്നും നോക്കിയില്ല, നേരെ കിണറ്റിലേക്ക് ഇറങ്ങി ആ കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. ആ കുട്ടികളും ഉമ്മയാണ് എൻ്റെ ഒപ്പമുള്ളത്. ആരാ വന്ന് പറഞ്ഞത്? എന്താണ് മോള് എന്ന് പറഞ്ഞത്? അവള് ഞാൻ കണ്ടില്ല, വിളിച്ചു പറഞ്ഞിട്ടുള്ളോ. അവള് എന്നിട്ട് അങ്ങനെ കണ്ടോടി. എന്താ സംഭവിച്ചത്? ഞങ്ങൾ നെല്ലിക്ക വറക്കാൻ കയറിയ സമയത്ത് ഇവൻ പറഞ്ഞ ഐസിൻ കിണറ്റി വീണത്. അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് ഉമ്മമാനെ എല്ലാവരെയും വിളിച്ചു വന്നു. ഓൻ്റെ പേരെന്താ? ബാരിഷ്. എന്താ സംഭവിച്ചെന്താ? അത് നെല്ലിക്ക വറക്കാൻ കയറിയപ്പോൾ ഓനും അതേപോലെ കയറാൻ നോക്കി. ബാരിഷ് കയറി. അപ്പോൾ ഓന് ഇതേപോലെ കയറാൻ നോക്കിയപ്പോൾ ഓൻ കിണത്തിമ്മ ചവിട്ടിയിട്ടാ കയറിയ. അപ്പോൾ നേരെ മലർന്നടിച്ച് കിണറ്റിക്കുന്നു. എന്നിട്ട് അപ്പോഴേക്കും നിങ്ങൾ ഓടിച്ചെന്ന് ഉമ്മേരടുത്ത് പറഞ്ഞു. മോനെ പേടിച്ചില്ല? നീന്തിയാ? നീന്താ അറിയായിരുന്നാ? വെള്ളത്തിൽ വീണപ്പോഴേക്കും ഉമ്മച്ചി വന്ന് പൊക്കിയെടുത്തു അല്ലേ? ഇവിടെ സ്വിമ്മിംഗ് പൂളുള്ള കാരണം കുറച്ചു നേരമൊക്കെ ഇവരൊക്കെ കിടന്ന് കുത്തിമറിയും. അതിലായ കാരണം കുറച്ചൊന്ന് നീന്താൻ ഇങ്ങനെ തുഴയാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ 2-3 വട്ടം മുങ്ങിപ്പോന്തി, 3ാമത്തെ പൊന്തെല്ലാം താവുള്ളൂ. ആ താന്ന് പോണ സമയത്താണ് ഞാൻ കണ്ടത്. അപ്പൊ കാലും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ചണ്ടിയൊക്കെ അതിലേക്ക് വീണ കാരണം കുട്ടിയുടെ കാലും കാണാണ്ടായി. അങ്ങനെ ഞാൻ ഒന്നാണ്ട് മുങ്ങി കാറ്റിട്ട് തപ്പി. ആ കാല് പോണ നൊത്ത നടുക്കാണ് ആ കാല് കണ്ടത്. ഞാൻ ഇറങ്ങുമ്പോ തന്നെ കാലാ നോക്കണത്. നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങണത്. അങ്ങനെയാണ് തപ്പിയിട്ടുണ്ട്, പിടിച്ച്. അത് കാരണം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പോയി. എനിക്ക് പിന്നെ നീന്താൻ വെച്ചിട്ടുണ്ട്. കാരണം പിന്നെ പേടിയില്ല. ആ വക്കില്ലേ, ആ വക്കുമ്പോ ചവിട്ടിയിട്ട് ഓസും പിടിച്ചിട്ട് ഇതിനായിട്ടാ നിക്കണത്. അപ്പൊ അതിന് മറ്റോടി വന്നിട്ടോ കയ്യെന്ന്. ഈ സംഭവം എന്തായാലും എല്ലാവരും അറിഞ്ഞു, നാട്ടിലെല്ലാവരും അറിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഒരു റെസ്പോൺസ് എല്ലാരും വിളിക്കുന്നുണ്ട്. സൂപ്പർ ഉമ്മയാണ്. എല്ലാരും പറയണ്ട് പുലിയാണ് എന്നൊക്കെ പറയണ്ട്. ഷോക്കിന്ന് പുറത്ത് ചാടിയിട്ടില്ല. ഇപ്പോഴും ഉറങ്ങിയാലും ഇങ്ങനെ ആ കാലിങ്ങനെ കാണുക. എന്തായാലും ഉമ്മയുടെ ഒരു സമയോചിതമായൊരു ഇടപെടൽ ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ സാധിച്ചു. അവന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെ വേണം ആക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ വേണം പെരുമാറാൻ എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഉമ്മ എല്ലാവർക്കും കാണിച്ചു തന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.